ജ്ഞാനികളുടെ ആരാധന. എൻ്റെ ആന്തരിക സ്വരം ഒരു മുന്നറിയിപ്പ് നൽകുന്നു. നിനക്കിപ്പോൾ ലഭിക്കാൻ പോകുന്ന പരമധ്യാനങ്ങളെ വിശ്വാസത്തിൻ്റെ സുവിശേഷങ്ങളെന്ന് വിളിക്കണം. ഞാനും അതേക്കുറിച്ച് നിന്നോട് പറയും. വിശ്വാസത്തിൻ്റെ ശക്തി എന്തെന്ന് അവ നിനക്ക് വിശദമാക്കുകയും വിശ്വാസത്തിൽ നിങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യും. ഞാൻ ബെത്ലഹേം കാണുന്നു. നക്ഷത്രങ്ങളുടെ താഴെ ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ വെളുത്ത ചെറുഭവനങ്ങളുടെ കൂട്ടം. രണ്ട് പ്രധാന വഴികൾ പട്ടണത്തെ കുറുകെ വിഭജിക്കുന്നു. ഒന്ന് പട്ടണത്തിനപ്പുറത്തു നിന്നും വന്ന് പട്ടണം കഴിഞ്ഞ് മറുവശത്തേക്ക് പോകുന്നു. മറ്റേ വഴി പട്ടണത്തിന് കുറുകെ പോകുന്നു, എന്നാൽ വെളിയിലേക്ക് പോകുന്നില്ല. പട്ടണത്തെ ചെറുതായി വിഭജിക്കുന്ന മറ്റു പല വഴികളുമുണ്ട്, എന്നാൽ നമ്മൾ കരുതുന്നത് പോലെ ഒരു പ്ലാനും പദ്ധതിയും ഇല്ലാത്തവയാണ്. സമനിരപ്പില്ലാത്ത ഭൂമി, അവിടെ വീടുകൾ, ഇവ രണ്ടിനെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന വഴികൾ. ചില വഴികൾ വലത്തേക്ക്, ചിലത് ഇടത്തേക്ക്, ചിലത് മൂലയിലേക്ക്. പ്രധാന വഴികൾ അവയുടെ അരികു ചേർന്ന് പോകുന്നു. നേരെ പോകുന്നതിന് പകരം വളഞ്ഞു പൊളഞ്ഞ് അഴിഞ്ഞു കിടക്കുന്ന ഒരു റിബൺ പോലെയുണ്ട് അവിടുത്തെ വഴികൾ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മൈതാനങ്ങൾ പോലെയുണ്ട്. അവ ചന്തയോ വെള്ളം ലഭിക്കുന്ന ഉറവ സ്ഥലമോ ആയിരിക്കാം. ചിലയിടത്തൊക്കെ തരിശുഭൂമിയും കാണാം. ഞാൻ താമസിക്കുന്നതായി എനിക്ക് തോന്നുന്ന സ്ഥലം ഇതുപോലുള്ള വിചിത്രമായൊരു ചതുരമാണ്. അത് ചതുരവുമല്ല, ദീർഘചതുരവുമല്ല, ഒരു സമാന്തര ചതുഷ്കോണം പോലെയുണ്ട്. വിഷമകോണം ഉൾക്കൊള്ളുന്ന ത്രികോണം പോലെ അറ്റം പരന്നിട്ടുള്ള ആകൃതിയാണ്. നീളം കൂടുതലുള്ള വശത്ത് പൊക്കം കുറഞ്ഞ് വീതി കൂട്ടിയ ഒരു കെട്ടിടമുണ്ട്. പട്ടണത്തിലുള്ളതിൽ ഏറ്റവും വീതിയുള്ള കെട്ടിടമാണിത്. വെളിയിൽ ഉയർന്നൊരു മതിലുണ്ട്. അതിൻ്റെ വാതിലുകൾ രണ്ടും ഇപ്പോൾ അടഞ്ഞാണ് കിടക്കുന്നത്. ഇത് കെട്ടിടത്തിൻ്റെ പുറംഭിത്തിയാണ്. ഉള്ളിൽ താഴത്തെ നിലയിൽ മുറ്റമാണ്. അനേകം വളച്ച വാതിൽ നിരകളാണുള്ളത്. അവയിൽ വൈക്കോൽ കൽത്തൊട്ടികൾ ഇവയെല്ലാമാണ്. കുതിരകൾക്കും മൃഗങ്ങൾക്കും വെള്ളവും തീറ്റയും കൊടുക്കുവാനുള്ള സംവിധാനം. പഴയ തൂണുകളിന്മേൽ വളയങ്ങൾ, മൃഗങ്ങളെ ബന്ധിക്കുവാനുള്ളവ. ഒരു വശത്ത് മൃഗങ്ങളെ സൂക്ഷിക്കുവാനുള്ള ഒരു വലിയ ഷെഡുമുണ്ട്. രണ്ടാം നിലയിൽ ധാരാളം ജനലുകളുണ്ട്. ഈ കെട്ടിടം ബെത്ലഹേമിലെ ഹോട്ടലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൈതാനത്തിൻ്റെ രണ്ടു വശങ്ങളിൽ വലുതും ചെറുതുമായ ധാരാളം വീടുകളുണ്ട്. ചില വീടുകൾക്ക് ഫലവൃക്ഷത്തോട്ടങ്ങളുമുണ്ട്. ചില വീടുകൾ മൈതാനത്തേക്ക് ദർശനമായിട്ടാണെങ്കിൽ ചിലവയുടെ പിൻഭാഗം മൈതാനത്തിൻ്റെ വശത്തേക്കാണ്. മൈതാനത്തിൻ്റെ നീളം കുറഞ്ഞ വശത്ത് ഒരു ചെറിയ വീട് മാത്രമേ ഉള്ളൂ. പുറത്തുള്ള ഒരു കോണി രണ്ടാം നിലയിലുള്ള മുറികളിലേക്ക് നയിക്കുന്നു. ഈ വീട് സത്രത്തിന് അഭിമുഖമായിട്ടാണ്. മുറികളെല്ലാം ഇപ്പോൾ അടച്ചിരിക്കുന്നു, കാരണം രാത്രി സമയമാണ്. നേരം വളരെ വൈകിയതിനാൽ വഴിയിലും ആരുമില്ല. രാത്രിയിലെ പ്രകാശം കൂടി വരുന്നതായി കാണുന്നു. നക്ഷത്രനിബിഡമായ ആകാശത്തിൽ നിന്നാണ് ആ പ്രകാശം താഴേക്കിറങ്ങുന്നത്. കിഴക്കൻ ദേശങ്ങളിലെ തെളിവുള്ള ആകാശത്തിൽ അവ എത്ര പ്രകാശമാനവും മനോഹരവുമായിരിക്കുന്നു. അവ നല്ല പ്രകാശവും വലിപ്പമുള്ളവയും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നവയുമാണെന്ന് തോന്നിക്കുന്നു. വെൽവെറ്റ് പോലുള്ള നീലവിരിപ്പിന്മേൽ പതിച്ചിരിക്കുന്ന ആ പ്രഭയേറിയ പുഷ്പങ്ങളെ കൈനീട്ടി പിടിക്കാമെന്ന് പോലും തോന്നുന്നു. പ്രകാശം കൂടി വരുന്നത് എവിടെ നിന്നാണെന്നറിയുവാൻ ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കുന്നു. അസാധാരണ വലിപ്പമുള്ളൊരു നക്ഷത്രം, ചന്ദ്രനേക്കാൾ വലിപ്പം തോന്നിക്കുന്നു, ബെത്ലഹേമിലെ ആകാശത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. മറ്റു നക്ഷത്രങ്ങളെല്ലാം മാറി മറിഞ്ഞ് ഇതിന് വഴി കൊടുക്കുന്നു. രാജ്ഞി വരുമ്പോൾ പരിചാരികമാരെല്ലാം വഴിമാറി കൊടുക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവയെല്ലാം നിഷ്പ്രഭമാക്കി ഇത് തെളിഞ്ഞു പ്രകാശിക്കുന്നു. ഈ നക്ഷത്രം ഇന്ദ്രനീലക്കല്ലിൻ്റെ ഇളം നിറത്തിൽ വൃത്താകൃതിയിലുള്ളതാണ്. ഉള്ളിൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു സൂര്യനുള്ളതുപോലെ തോന്നുന്നു. അതിൻ്റെ പിന്നിലുള്ള പാത എല്ലാ തരത്തിലുമുള്ള രത്നങ്ങളെ പ്രസരിപ്പിക്കുന്നതായി തോന്നുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പുഷ്യരാഗങ്ങളും മരതകവും മേഘവർണ്ണത്തിൽ മിന്നിത്തിളങ്ങുന്ന കല്ലുകളും രക്തവർണ്ണമുള്ള മാണിക്യക്കല്ലുകളും വയലറ്റ് നിറത്തിലുള്ള രത്നങ്ങളും എല്ലാമുണ്ട്. തിരയടിക്കുന്നത് പോലെ നക്ഷത്രത്തിൻ്റെ വഴിത്താര ചലനമുള്ളതും സജീവവുമാണ്. ലോകത്തിലുള്ള എല്ലാ രത്നങ്ങളും ആ വഴിത്താരയിലുണ്ട്. എന്നാൽ മികച്ചു നിൽക്കുന്നത് നക്ഷത്രത്തിൻ്റെ ഇളം നീല നിറം തന്നെ. നക്ഷത്രഗോളത്തിൽ നിന്നും പ്രസരിക്കുന്ന ഈ നീല നിറം ലോകത്തെ മുഴുവൻ നീല വെള്ളി നിറമാക്കുന്നു.
വീടുകൾ, വഴികൾ, ബെത്ലഹേമിലെ ഭൂമി, രക്ഷകന്റെ തൊട്ടിൽ ഇവയെല്ലാം നീല നിറമുള്ള വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നു. സാധാരണ ഗ്രാമങ്ങളെക്കാൾ ചെറുതായ ബെത്ലഹേം പട്ടണം ഇപ്പോൾ ഒരു പാവപ്പെട്ട പട്ടണമൊന്നുമല്ല. യക്ഷിക്കഥകളിലെ ഒരു മായാജാല നഗരമാണ്. എല്ലാം വെള്ളി കൊണ്ടുള്ളത്. ഉറവയിലെ വെള്ളം, പാത്രങ്ങളിലെ വെള്ളം എല്ലാം ഉരുകിയ വജ്രം പോലെ തോന്നുന്നു. കൂടുതൽ പ്രകാശം പരത്തിക്കൊണ്ട് നക്ഷത്രം ആ മൈതാനത്തിൻ്റെ ഏറ്റവും നീളം കുറഞ്ഞ വശത്തുള്ള വീടിൻ്റെ മുകളിൽ വന്നു നിൽക്കുന്നു. ആ വീട്ടിലുള്ളവരാകട്ടെ ബെത്ലഹേം പട്ടണത്തിലുള്ളവരാകട്ടെ ഇതൊന്നും കാണുന്നില്ല. കാരണം അവരെല്ലാം അടച്ചിട്ടിരിക്കുന്ന വീടുകളിൽ ഉറക്കമാണ്. എന്നാൽ നക്ഷത്രം അതിൻ്റെ പ്രസരണം കൂടുതൽ വേഗത്തിലാക്കുന്നു. നക്ഷത്രത്തിൻ്റെ വഴിത്താര കൂടുതൽ തരംഗങ്ങൾ സൃഷ്ടിച്ച് ആകാശത്തിൽ ഒരർദ്ധഗോളാകൃതി പൂണ്ടിരിക്കുന്നു. ഈ വഴിത്താര നക്ഷത്രങ്ങളെ വാരിക്കൂട്ടിയിരിക്കുന്ന ഒരു വല പോലെ കാണപ്പെടുന്നു. ആകാശത്തിലെ പ്രകാശം വർദ്ധമാനമായിരിക്കുന്നു. വലയിലുള്ള രത്നങ്ങളെല്ലാം കൂടുതൽ പ്രകാശിച്ച് അവയുടെ ബഹുവിധ നിറങ്ങൾ പകർന്ന് നക്ഷത്രങ്ങളെ കൂടുതൽ മനോഹരമാക്കുകയാണ്. അവ തങ്ങളുടെ സന്തോഷം നക്ഷത്രങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കണം. ഉരുകിയൊഴുകുന്ന ആ രത്നങ്ങളുടെ പ്രകാശധോരണിയിൽ ചെറുവീട് ആകെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ മട്ടുപ്പാവ്, കറുത്ത കല്ലുകൊണ്ടുള്ള പടികൾ, ചെറിയ വാതിൽ ഇവയെല്ലാം ശുദ്ധ വെള്ളിക്കട്ട കൊണ്ടുണ്ടാക്കി അവയിൽ മേൽ വജ്രവും മുത്തും പൊടിച്ചുവാരി വിതറിയതുപോലെ കാണപ്പെടുന്നു. ഭൂമിയിലെ ഒരു രാജകൊട്ടാരത്തിനും ഇതുപോലൊരു നടക്കെട്ടുണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഈ നട ദൈവദൂതന്മാർക്കും ദൈവത്തിൻ്റെ അമ്മയായ കന്യകാമാതാവിനും ഉപയോഗിക്കുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ വിശ്രമിക്കുവാനുള്ള ചെറുപാദങ്ങൾക്ക്, അമലോത്ഭവയായ കന്യകയുടെ ആ ചെറുപാദങ്ങൾക്ക് ഈ ധവളപ്രഭയിൽ സ്പർശിക്കാൻ കഴിയും, അവിടെ നടക്കാൻ കഴിയും. എന്നാൽ കന്യക അറിയുന്നില്ല അവൾ പുത്രൻ്റെ തൊട്ടിലിനരികിൽ ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. നക്ഷത്രം ഭൗമിക വസ്തുക്കളെ പ്രശോഭിക്കുന്ന പ്രഭയേക്കാൾ വളരെ കൂടുതൽ മഹത്വമേറിയ പ്രഭയാണ് മേരിയുടെ ആത്മാവിലുള്ളത്. പ്രധാന വഴിയിൽ നിന്ന് ഒരു കുതിരസവാരി സംഘം അടുത്തു വരുന്നു. ചമയങ്ങളെല്ലാം അണിയിച്ചിട്ടുള്ള ഒരു കുതിരകളെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. സവാരിക്കുള്ള ഒട്ടകങ്ങളുടെ പുറത്ത് യാത്രക്കാരും ചരക്കു വഹിക്കുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് ചുമടുകളുമായി സംഘം അടുത്തു വരുന്നു. മൃഗങ്ങളുടെ കുളമ്പടി ശബ്ദം പാറക്കെട്ടുകളിൽ തട്ടിയൊഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം പോലെയുണ്ട്. മൈതാനത്തിലെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുന്നു. നക്ഷത്രത്തിൻ്റെ ശോഭയേറ്റപ്പോൾ അവയെല്ലാം നിറങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. ഏറ്റവും സമ്പന്നത തോന്നിക്കുന്ന കുതിരക്കോപ്പുകൾ, യാത്രക്കാരുടെ വസ്ത്രങ്ങൾ, അവരുടെ മുഖങ്ങൾ, ചരക്കുകൾ എല്ലാം പ്രകാശിക്കുന്നു. നക്ഷത്രത്തിൻ്റെ പ്രകാശമേറ്റപ്പോൾ ലോഹങ്ങൾ, തുകലുകൾ, സിൽക്ക് വസ്ത്രങ്ങൾ, വിലയേറിയ രത്നങ്ങൾ, പുറംകുപ്പായങ്ങൾ എന്നിവയൊക്കെ വളരെയധികം ആകർഷകമാകുന്നു. സവാരിക്കാരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നു, അധരങ്ങൾ പുഞ്ചിരിക്കുന്നു. കാരണം മറ്റൊരു മഹത്വം അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. സ്വഭാവീതീതമായ ഒരു സന്തോഷത്തിൻ്റെ പ്രഭ അവരുടെ ഹൃദയത്തിലുണ്ട്. സേവകന്മാർ മൃഗങ്ങളെ അവയ്ക്കുള്ള ശാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒട്ടകസംഘത്തിലെ 3 യാത്രക്കാർ മൃഗങ്ങളുടെ പുറത്തു നിന്നിറങ്ങുന്നു. ഭൃത്യന്മാർ ആ മൃഗങ്ങളെ മാറ്റുന്നു. ആ 3 പേരും വീട്ടിലേക്ക് നടക്കുന്നു. 3 പേരും സാഷ്ടാംഗം പ്രണമിച്ച് നെറ്റി തൊടുവിച്ച് നിലത്ത് ഭൂമിയെ ചുംബിക്കുന്നു. വളരെ വിലപിടിപ്പുള്ള വിധാനങ്ങളിൽ നിന്ന് അവർ വളരെ പ്രധാനപ്പെട്ടവരും ശക്തരുമാണെന്ന് മനസ്സിലാകുന്നു. അവരിൽ ഏറ്റവും കറുത്ത നീളമുള്ളയാൾ ഒട്ടകത്തിൻ്റെ പുറത്തു നിന്നും ഇറങ്ങുന്നു. ഒരു ഷിയാമയാണ് പൊതിച്ചിരിക്കുന്നത്. വളരെ വിലപിടിപ്പുള്ള ഇടക്കെട്ടുകൊണ്ട് അത് ബന്ധിച്ചിരിക്കുന്നു. ഇടക്കെട്ടിൽ ഒരു വാൾ തൂക്കിയിട്ടുണ്ട്. വാളിൻ്റെ പിടിയിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. വളരെ തേജസ്സുള്ള കുതിരകളിൽ നിന്നും താഴെയിറങ്ങുന്ന മറ്റു 2 പേരിൽ ഒരാൾ വരകളുള്ള രാജകീയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. വസ്ത്രത്തിന് മഞ്ഞ നിറമാണ്. തലമുടിയും പട്ടും ചരടും മറ്റും പിടിപ്പിച്ച് ഒരു ഡാമിനോ പോലുള്ള വസ്ത്രമാണിത്. വളരെ അലങ്കാര തുന്നലുകളുള്ളത്. സ്വർണം കൊണ്ടുള്ള ചിത്രവേല പോലെ തോന്നിക്കുന്നു. 3-ാമത്തെയാൾ ഒരു സിൽക്ക് ഷർട്ടും ട്രൗസേഴ്സും ധരിച്ചിരിക്കുന്നു. ട്രൗസറിൻ്റെ അടിഭാഗത്തിന് വീതി വളരെ കുറവാണ്. ഒരു ഷോൾ പൊതിച്ചിട്ടുണ്ട്. ഒരു പൂന്തോട്ടം എന്ന് തോന്നത്തക്ക വിധം അത്രയധികം പൂക്കളുള്ള അംഗവസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്.
വജ്രം പതിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ശിരോവസ്ത്രം കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. രക്ഷകന്റെ ഭവനത്തെ നിലമുട്ടെ താണു വണങ്ങിയ ശേഷം അവർ സത്രത്തിലേക്ക് പോയി. ഭൃത്യന്മാർ അവിടേക്കാണ് പോയത്. ദർശനം ഇവിടെ അവസാനിക്കുന്നു. 3 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ദർശനം ലഭിക്കുന്നു. പൂജകർ ഈശോയെ ആരാധിക്കുന്നതാണ് കാണുന്നത്. ഷിയാമ, എത്യോപ്യക്കാരുടെ പുറംകുപ്പായം. ഡൊമിനോ, പുരോഹിതരുടെ സ്ഥാനവസ്ത്രം. ഇപ്പോൾ പകൽ സമയമാണ്. ഉച്ച കഴിഞ്ഞുള്ള സൂര്യപ്രകാശമാണ്. ആകാശത്തിൽ പൂജകരുടെ ഭൃത്യരിലൊരാൾ സത്രത്തിൽ നിന്ന് മറുവശത്തേക്ക് കടന്ന് ആ ചെറുഭവനത്തിലേക്കുള്ള പടികൾ കയറി ഉള്ളിൽ പ്രവേശിക്കുന്നു. അയാൾ പുറത്തിറങ്ങി സത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. രാജാക്കന്മാർ 3 പേരും പുറത്തേക്കിറങ്ങുന്നു. 3 പേർക്കും ഓരോ ഭൃത്യന്മാർ കൂടെയുണ്ട്. അവർ മൈതാനം കുറുകെ കടക്കുന്നു. രാജകീയമായ മഹിമയോടെ സാവധാനത്തിൽ നടന്നു നീങ്ങുന്ന ഇവരെ വളരെ വിരളമായിട്ടെങ്കിലും വഴിയെ പോകുന്നവർ തിരിഞ്ഞു നോക്കുന്നു. ആദ്യത്തെ ഭൃത്യൻ ആ വീട്ടിൽ പോയിട്ടിപ്പോൾ 1/4 മണിക്കൂറായി. അവർക്ക് അതിഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് വേണ്ട സമയം ലഭിച്ചിട്ടുണ്ട്. തലേ രാത്രിയിലേക്കാൾ നന്നായിട്ടാണ് രാജാക്കന്മാർ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത്. തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ, പ്രകാശമുള്ള രത്നങ്ങൾ, അതിവിശിഷ്ടമായ തൂവലുകളും മറ്റും വെച്ച് അലങ്കൃതമായ തലപ്പാവ്. ഭൃത്യരിൽ ഒരാൾ വളരെ അലങ്കാരപ്പണികളുള്ള ഒരു പണപ്പെട്ടി വഹിച്ചിരിക്കുന്നു. സ്വർണം കിട്ടിയ പെട്ടി. രണ്ടാമത്തെ ഭൃത്യൻ ഒരു സ്വർണ്ണ കാസ എടുത്തിരിക്കുന്നു. കാസ മൂടിയിട്ടുണ്ട്. മൂടി തനി സ്വർണമാണ്, കൂടുതൽ മനോഹരവുമാണ്. മൂന്നാമത്തെ ഭൃത്യൻ വഹിച്ചിരിക്കുന്നത് പൊക്കം കുറഞ്ഞ് പരന്ന ഒരു പാത്രമാണ്. അതിൻ്റെ മൂടി പിരമിഡ് ആകൃതിയിലാണ്. പിരമിഡിൻ്റെ ഉച്ചിയിൽ ഒരു വജ്രവും. സമ്മാനങ്ങൾ 3 ഭാരമുള്ളവ തന്നെ. കാരണം ഭൃത്യന്മാർ വിഷമിച്ചാണ് അവ എടുത്തുകൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ചും പണപ്പെട്ടിക്ക് നല്ല ഭാരം തോന്നിക്കുന്നു. പൂജകർ നടകൾ കയറി വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. റോഡിൽ നിന്ന് വീടിൻ്റെ പിൻഭാഗം വരെയുള്ള ഒരു മുറിയാണ്. തുറന്നു കിടക്കുന്ന ജനലിലൂടെ വീടിൻ്റെ പുറകിൽ അടുക്കളത്തോട്ടം കാണാം. ഇരുവശമുള്ള ഭിത്തികളിൽ വാതിലുകളുമുണ്ട്. ആ വാതിലുകളിലൂടെ വീട്ടുടമസ്ഥനും ഭാര്യയും ഏതാനും ആൺകുട്ടികളും ചെറിയ കുട്ടികളും ഒളിഞ്ഞു നോക്കുന്നു. ശിശുവിനെ മടിയിൽ വെച്ചുകൊണ്ട് മേരി ഇരിക്കുകയാണ്. ജോസഫ് അടുത്തു തന്നെ നിൽക്കുന്നു. പൂജകർ വരുന്നത് കണ്ടപ്പോൾ മേരി എഴുന്നേൽക്കുകയും അവരെ തലകുനിഞ്ഞ് വണങ്ങുകയും ചെയ്യുന്നു. മേരിയുടെ വസ്ത്രം വെള്ള നിറത്തിലുള്ളതാണ്. വെള്ള നിറത്തിലുള്ള സാധാരണ വസ്ത്രം ധരിച്ചിരിക്കുന്ന മേരി അതീവ സുന്ദരിയായിരിക്കുന്നു. കഴുത്തു മുതൽ പാദം വരെയും തോളുകൾ മുതൽ കൈപ്പത്തി വരെയും മൂടിയിരിക്കുന്ന ശുഭവസ്ത്രം. അവൾ സ്വർണ്ണ നിറത്തിലുള്ള മുടി ഭംഗിയായി പിന്നിക്കെട്ടി വെച്ചിരിക്കുന്നു. വികാരതരളിതയായ അവളുടെ മുഖം റോസ് നിറമായിരിക്കുന്നു. എത്ര മനോഹരിയാണ് മേരി! പുഞ്ചിരിക്കുന്ന കണ്ണുകളോടെ ഒരഭിവാദനം. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പൂജകർ അത്ഭുതസ്തംഭരായി ഒരു നിമിഷം നിശ്ചലം നിൽക്കുന്നു. അനന്തരം അവർ മുന്നോട്ട് വന്ന് അവളുടെ പാദത്തിങ്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അവളോട് ഇരിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ജ്ഞാനികളായ ആ 3 പേർ ശിശുവിനെ ധ്യാനിക്കുന്നു. ശിശുവിനിപ്പോൾ 9 മാസം പ്രായം തോന്നിക്കും. 1 വയസ്സായിട്ടില്ല. നല്ല ആരോഗ്യവും സജീവതയുമുള്ള കുട്ടി. അമ്മയുടെ മടിയിലിരുന്ന് പുഞ്ചിരിക്കുകയും ഒരു കുഞ്ഞു പക്ഷിയെപ്പോലെ ചിലക്കുകയും ചെയ്യുന്നു. അമ്മയെപ്പോലെ തന്നെ വെള്ള ഉടുപ്പുകളും വെള്ളച്ചെരുപ്പുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. വെറും സാധാരണ രീതിയിലുള്ള ഒറ്റയുടുപ്പ്. സദാ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാലുകൾ കാണാം. കാണുന്നതെല്ലാം പിടിക്കാൻ വെമ്പുന്ന തുടുത്ത കൈകളും വെളിയിൽ കാണാം. ഏറ്റവും മനോഹരമായ അധരങ്ങൾ. പുഞ്ചിരിയിൽ അവ വിടരുമ്പോൾ കുഞ്ഞു പല്ലുകൾ കാണാം. ശിശുവിൻ്റെ ശിരസിൽ സ്വർണ്ണപ്പൊടി വിതറിയിരിക്കുന്നു എന്ന് തോന്നത്തക്ക വിധം മുടിച്ചുരുളുകൾ അത്ര മാർദ്ദവമേറിയതും തിളങ്ങുന്നതുമാണ്. പൂജകരിൽ പ്രായം കൂടിയ ആൾ എല്ലാവരുടെയും പേർക്ക് സംസാരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം ഒരു രാത്രിയിൽ വളരെ പ്രകാശമുള്ള ഒരു പുതിയ നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അവർ കണ്ടു. ഗോളങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളിലൊന്നും ഇങ്ങനെയൊരു നക്ഷത്രം കാണുന്നില്ല. അതേക്കുറിച്ച് പരാമർശിക്കുന്നുമില്ല. അതിന് പേരില്ലാത്തതുകൊണ്ട് പേരും അറിഞ്ഞിട്ടില്ല. ദൈവത്തിൽ നിന്നും ജന്മം പൂണ്ട ആ നക്ഷത്രം ദൈവത്തിൻ്റെ രഹസ്യം, അനുഗ്രഹീതമായൊരു രഹസ്യം, ഒരു സത്യം മനുഷ്യരോട് പറയുന്നതിനാണ് മിന്നിത്തിളങ്ങിയത്. എന്നാൽ മനുഷ്യൻ അതിനൊട്ടും ശ്രദ്ധിച്ചില്ല. കാരണം അവരുടെ ആത്മാക്കൾ ചെളിയിലാണ്ട് കിടന്നിരുന്നു.
തങ്ങളുടെ കണ്ണുകളെ അവർ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയില്ല. ആകാശത്തിൽ കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് അവിടുന്ന് എഴുതുന്ന വാക്കുകൾ അവർക്ക് വായിക്കാനും കഴിഞ്ഞില്ല. ദൈവം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവർ നക്ഷത്രം കണ്ടു. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാൻ അവർ പരിശ്രമിച്ചു. അധിക സമയം ഉറങ്ങാറില്ലാത്തവർ തങ്ങളുടെ ഉറക്കം മുഴുവൻ ഉപേക്ഷിച്ചു. ഭക്ഷണകാര്യവും വിസ്മരിച്ചുകൊണ്ട് ഈ ജ്യോതിശ്ചക്രം എന്തെന്ന് പഠിക്കുന്നതിന് ശ്രമിച്ചു. നക്ഷത്രങ്ങളുടെ സന്ധിക്കലുകൾ, അവയുടെ സമയം, കാലം, മണിക്കൂറുകൾ, ജ്യോതിശാസ്ത്രമനുസരിച്ചുള്ള രാശിനില ഇവയെല്ലാം പരിശോധിച്ച് പഠിച്ചപ്പോൾ പുതിയ നക്ഷത്രത്തിൻ്റെ പേരും രഹസ്യവും അവർക്ക് പിടികിട്ടി. അതിൻ്റെ പേര് മിശിഹ. അതിൻ്റെ രഹസ്യം രക്ഷകൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. രക്ഷകനെ ആരാധിക്കാൻ അവർ ഒരുങ്ങിപ്പുറപ്പെട്ടു. 3 പേർക്കും പരസ്പരം അറിഞ്ഞുകൂടായിരുന്നു. പർവ്വതനിരകൾ കയറിയിറങ്ങി, മരുഭൂമികൾ കടന്ന്, താഴ്ചകളും നദീതടങ്ങളും പിന്നിട്ട് രാത്രിയിൽ യാത്ര ചെയ്തവർ പാലസ്തീനയിലേക്ക് നീങ്ങി. കാരണം നക്ഷത്രം ആ ദിക്കിലേക്കാണ് നീങ്ങിയിരുന്നത്. ഭൂമിയിൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും യാത്ര പുറപ്പെട്ടവർ 3 പേർക്കും നക്ഷത്രം ഒരേ ദിശയിലേക്ക് പോകുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അവർ ചാവുകടലിനപ്പുറത്ത് വെച്ച് ഒരുമിച്ച് ചേർന്നു. ദൈവനിശ്ചയമാണ് അവരെ ഒരുമിച്ച് ചേർത്തത്. അവിടം മുതൽ അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. ഓരോരുത്തർക്കും പ്രത്യേകം ഭാഷയാണുണ്ടായിരുന്നതെങ്കിലും അവർക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാൻ കഴിഞ്ഞു. നിത്യപിതാവിൻ്റെ ഒരു അത്ഭുതത്താൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനും 3 ഭാഷകളും സംസാരിക്കുവാനും കഴിഞ്ഞു. അവർ ജെറുസലേമിലേക്കാണ് ഒരുമിച്ച് പോയത്. കാരണം രക്ഷകൻ മിശിഹ ജെറുസലേമിലെ രാജാവാകുവാനുള്ളവനാണ്. യഹൂദരുടെ രാജാവാകുവാനുള്ള ആളാണ്. എന്നാൽ ആ പട്ടണത്തിൻ്റെ മുകളിലെ ആകാശത്തിൽ വെച്ച് നക്ഷത്രം അപ്രത്യക്ഷമായി. തങ്ങളുടെ ഹൃദയം ഭേദിക്കുന്ന വേദന അവർക്ക് അനുഭവപ്പെട്ടു. ദൈവത്തിന് യോജിക്കാത്തത് എന്തെങ്കിലും തങ്ങളിലുണ്ട് എന്നവർ പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ മനസാക്ഷി ധൈര്യം പകർന്നു കൊടുത്തതിനാൽ അവർ ഹെറോദസിൻ്റെ പക്കലേക്ക് പോയി. യഹൂദന്മാരുടെ രാജാവ് ഏതു കൊട്ടാരത്തിലാണ് പിറന്നിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. കാരണം അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. രാജാവ് പ്രധാന പുരോഹിതരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി മിശിഹ എവിടെയായിരിക്കും ജനിക്കുക എന്ന് അന്വേഷിച്ചു. യൂദയായിലെ ബെത്ലഹേമിൽ എന്നവർ പറഞ്ഞു. അങ്ങനെ തങ്ങൾ ബെത്ലഹേമിലേക്ക് വന്നു. വിശുദ്ധ നഗരം വിട്ടു കഴിഞ്ഞപ്പോൾ നക്ഷത്രം വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ബെത്ലഹേമിൽ എത്തുന്നതിന് തലേരാത്രി നക്ഷത്രത്തിൻ്റെ പ്രകാശം വളരെ വർദ്ധിച്ചു. ആകാശം മുഴുവൻ കത്തിജ്വലിക്കുന്നത് പോലുള്ള പ്രകാശം. പിന്നീട് നക്ഷത്രം ഈ വീടിൻ്റെ മുകളിൽ വന്ന് നിശ്ചലമായി നിന്നു. മറ്റു നക്ഷത്രങ്ങളുടെയെല്ലാം പ്രഭ ഈ അപൂർവ നക്ഷത്രത്തിൻ്റെ ശോഭയിൽ അപ്രത്യക്ഷമായി. അപ്പോൾ ദിവ്യശിശു ജാതനായിരിക്കുന്നത് ഇവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾ അവനെ ആരാധിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചകൾ സമർപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ഹൃദയങ്ങൾ സമർപ്പിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം ഞങ്ങൾക്കു നൽകിയതിന് ദൈവത്തിന് നിരന്തരം ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പുത്രൻ്റെ മനുഷ്യ ശരീരം കാണുവാനിടയായി ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരു നാളും വിരമിക്കുകയില്ല. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഹെറോദസ് രാജാവിനെ കാണും. കാരണം അദ്ദേഹവും ദിവ്യശിശുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജാവിന് യോജിച്ച സ്വർണം, ദൈവത്തിനു നൽകേണ്ട ധൂപാർച്ചനക്കുള്ള കുന്തിരിക്കം, ദൈവമെങ്കിലും മനുഷ്യനായ പുത്രനുണ്ടാകാനിരിക്കുന്ന ദുഃഖാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന മീറ എന്നിവ ഞങ്ങളിതാ കാഴ്ചവെക്കുന്നു. അമ്മേ, അങ്ങേ പുത്രൻ മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്നതിനാൽ ശാരീരിക വേദനകളുടെ കയ്പും മരണവും അനുഭവിക്കും. പുത്രനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈ വാക്കുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അരൂപിയെ പോലെ തന്നെ അവൻ്റെ ശരീരവും നിത്യമായിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്ത്രീയെ, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളും ഏറ്റവും അധികമായി ഞങ്ങളുടെ ആത്മാക്കളും സത്യമായവയാണെങ്കിൽ അവർ നിൻ്റെ പുത്രനാണ്, രക്ഷകനാണ്, ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. തന്നിമിത്തം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ തിന്മ മുഴുവൻ അവൻ വഹിക്കേണ്ടതായി വരും. ആ തിന്മയിലൊന്ന് മരണമാകുന്ന ശിക്ഷയാണ്. ഈ മീറ ആ നാഴികയിലേക്കുള്ളതാണ്. അവൻ്റെ വിശുദ്ധമായ ശരീരം അഴുകാനിടയാകാതിരിക്കട്ടെ. പുനരുദ്ധാനം വരെ അത് കേടുകൂടാതിരിക്കട്ടെ. ഈ ദാനം വഴി അവൻ ഞങ്ങളെ അനുസ്മരിക്കുകയും
തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം നൽകി തൻ്റെ ദാസരെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ഞങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതിന് അമ്മേ, അങ്ങേ പുത്രനെ ഞങ്ങളുടെ സ്നേഹത്തിന് ഏൽപ്പിച്ചു തരുമോ? ഞങ്ങൾ അവൻ്റെ തൃപ്പാദങ്ങൾ ചുംബിക്കുമ്പോൾ അവൻ്റെ സ്വർഗീയമായ അനുഗ്രഹം ഞങ്ങളിലേക്ക് താണിറങ്ങട്ടെ. ജ്ഞാനിയായ ആ പൂജകൻ്റെ വാക്കുകളിലെ ദുഃഖസൂചനകൾ കേട്ട് ഭയപ്പെട്ട മേരി അതെല്ലാം മറച്ച് പുഞ്ചിരിയോടെ ശിശുവിനെ നൽകുന്നു. പ്രായം കൂടിയ ആളിൻ്റെ കൈകളിലേക്ക് ശിശുവിനെ കൊടുക്കുന്നു. അയാൾ ശിശുവിനെ ചുംബിച്ച് ശിശുവിൻ്റെ ചുംബനവും സ്വീകരിച്ച ശേഷം മറ്റുള്ള രണ്ടുപേർക്കും കൈമാറുന്നു. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് പൂജകരുടെ വസ്ത്രാലങ്കാരങ്ങളായ തൊങ്ങലുകളിലും ചങ്ങലകളിലും പിടിച്ച് കളിക്കുന്നു. തുറന്നിരിക്കുന്ന പണപ്പെട്ടിയിൽ അത്ഭുതത്തോടെ നോക്കുന്നു. അതു നിറയെ മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന സാധനം. മീറ വെച്ചിരിക്കുന്ന പെട്ടിയുടെ മൂടിയിൽ തട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശത്തിൽ ഒരു മഴവില്ലു കാണുന്നു. അത് നോക്കി ഉണ്ണി പുഞ്ചിരി തൂകുന്നു. ശിശുവിനെ അവർ തിരികെ ഏൽപ്പിച്ച ശേഷം എഴുന്നേൽക്കുന്നു. മേരിയും എഴുന്നേൽക്കുന്നു. കൂട്ടത്തിൽ ഇളയ ആൾ ഒരു ഭൃത്യനെന്തോ നിർദ്ദേശം നൽകുന്നു. ഭൃത്യൻ പുറത്തേക്ക് പോകുന്നു. അവർ പരസ്പരം വണങ്ങുകയും അല്പസമയം സംസാരിക്കുകയും ചെയ്യുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങുന്നു. അവസാനം അവർ വാതിൽക്കലേക്ക് നീങ്ങുന്നു. മേരിയും ജോസഫും കൂടെ നടക്കുന്നു. ശിശുവിന് താഴെ ഇറങ്ങി പ്രായം കൂടിയ ആളിൻ്റെ കൂടെ നടക്കണം. അങ്ങനെ മേരിയുടെയും പൂജകരിൽ പ്രായം കൂടിയ ആളിൻ്റെയും കൈകളിൽ പിടിച്ചുകൊണ്ട് ശിശു അവരുടെ മധ്യേ നടക്കുന്നു. കുഞ്ഞു വീഴാതിരിക്കാൻ രണ്ടുപേരും കുനിഞ്ഞു പിടിച്ച് സഹായിക്കുന്നു. ഉണ്ണിക്ക് കാലുറപ്പിച്ചു വെക്കാൻ കഴിയുന്നില്ല. എങ്കിലും നിലത്ത് സൂര്യകിരണം തട്ടി കൂടുതൽ പ്രകാശം കാണുന്ന സ്ഥലത്ത് ചവിട്ടിത്തൊഴിച്ച് ചിരിക്കുന്നു. എല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ. മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ മുറിക്ക് വീടിൻ്റെ നീളമുണ്ടെന്ന് ഓർമ്മിക്കുക. പൂജകർ മുട്ടുകുത്തി ഈശോയുടെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് വിട ചോദിക്കുന്നു. മേരി കുനിഞ്ഞ് ഉണ്ണിയുടെ കരങ്ങളെടുത്ത് അനുഗ്രഹം നൽകുന്ന രീതിയിൽ കുരിശാകൃതിയിൽ ഓരോരുത്തരുടെയും ശിരസിന് മുകളിൽ വയ്ക്കുന്നു. പൂജകർ 3 പേരും നടകളിറങ്ങി. യാത്രാസംഘം താഴെ കാത്തു നിൽക്കുന്നു. കുതിരകളുടെ ചമയങ്ങൾ അസ്തമന സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്നു. അപൂർവമായ ഈ ദൃശ്യം വീക്ഷിച്ചുകൊണ്ട് ആളുകൾ മൈതാനത്ത് കൂടിയിട്ടുണ്ട്. ഈശോ കൈകൊട്ടിക്കൊണ്ട് ചിരിക്കുന്നു. അവൻ്റെ അമ്മ അവനെ താഴത്തെ പടിക്ക് കെട്ടിയിരിക്കുന്ന അരഭിത്തിയുടെ മുകളിൽ നിർത്തി ഒരു കൈ കൊണ്ട് മാറോടണച്ച് പിടിച്ചിരിക്കുന്നു. ജോസഫ് പൂജകരോടൊത്ത് താഴേക്കിറങ്ങി അവർ കുതിരപ്പുറത്ത് കയറുന്നതിനെ ചവിട്ടുന്ന പടി പിടിച്ചുകൊണ്ട് ഓരോരുത്തരെയും സഹായിക്കുന്നു. ചിലരെല്ലാം ഒട്ടകപ്പുറത്ത് കയറുന്നു. എല്ലാവരും മൃഗങ്ങളുടെ മീതെ കയറി കഴിഞ്ഞു. പുറപ്പെടാനുള്ള ആജ്ഞ നൽകപ്പെട്ടു. പൂജകർ 3 പേരും കുനിഞ്ഞ് കുതിരകളുടെ കഴുത്തുവരെ താണ് അവസാനമായി ഒന്നുകൂടി വണങ്ങുന്നു. ജോസഫ് തലകുനിഞ്ഞു വണങ്ങുന്നു. മേരിയും തലകുനിച്ച് വണങ്ങുന്നു. ഉണ്ണിയുടെ കൈ പിടിച്ച് വീണ്ടും അനുഗ്രഹം നൽകുന്നതായും വിട നൽകുന്നതായും കാണിക്കുന്നു.